Hi children, now we will discuss about the next topic, that is while loop, which is in the page number 51. The while loop executes a block of statements in the program as long as the text expressions in the loop evaluates to true. While loop ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണത് ആ കണ്ടീഷൻ ട്രൂ ആകുമ്പോഴായിരിക്കും. When the condition is true, that loop executes a block of statements in the program. So it is called entry controlled loop, as it check the condition first and then execute list of instructions. While loop ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. കാരണം അത് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമായിരിക്കും ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക. ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദീസ് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇറ്റ് റിട്ടേൺ കൺട്രോൾ ടു ദ വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് ഇതിൻ്റെ കൺട്രോൾ വൈൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. എന്നിട്ട് പിന്നെയും ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ആ കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് അങ്ങനെ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. വെൻ ദ കണ്ടീഷൻ ഇവാലുവേറ്റ്സ് ടു ഫോൾസ്, എപ്പോഴാണോ ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോഴായിരിക്കും അതിൽ നിന്ന് ആ ലൂപ്പിൽ നിന്ന് തിരിച്ചു പോകുന്നത്. സോ വെൻ ദ കണ്ടീഷൻ ഇവാലുവേറ്റ്സ് ടു ഫോൾസ്, കൺട്രോൾ ഈസ് പാസ്ഡ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോയിങ് ദ എൻഡ് വൈൽ. ആ കണ്ടീഷൻസ് ഫോൾസ് ആവുന്ന സമയത്ത് ആ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ആയിരിക്കില്ല എക്സിക്യൂട്ട് ചെയ്യണത്. ദാറ്റ് ഈസ് ദ while loop. That is the syntax: first while, then the condition, then list of instructions to be executed, and then end while. This is the syntax for while loop. The example is the program to print basic 5 times. 5 തവണ ബേസിക് എന്ന് പ്രിൻറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ പ്രോഗ്രാം. ഫസ്റ്റ് ഒരു വേരിയബിളിൽ 1 ആയിട്ട് സെറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 1. ദെൻ വയലിൽ ഒരു കണ്ടീഷൻ കൊടുക്കും. ദാറ്റ് ഈസ് എ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5. 1 5-നേക്കാളും ലെസ് ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതാണ് ഒരു കണ്ടീഷൻ കൊടുക്കുന്നത്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബേസിക് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് ഈ എ എന്ന് പറയുന്ന വാല്യൂവിന് അല്ലെങ്കിൽ ഈ വേരിയബിളിന് എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് കൊടുക്കും. 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 1. അപ്പോൾ എന്താവും, എയുടെ വാല്യൂ 2 ആവും. ദെൻ അഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5. 2 5-നേലും വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ പിന്നെയും എന്ത് ചെയ്യും, ബേസിക് പ്രിൻറ്റ് ചെയ്യും. പിന്നെയും എഗെയിൻ എയുടെ വാല്യൂ അല്ലെങ്കിൽ എയുടെ വേരിയബിളിൻ്റെ വാല്യൂ എന്താവും, പിന്നെയും ഇൻക്രിമെൻറ്റ് ചെയ്യും. അങ്ങനെ എപ്പോഴാണ് ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അത്രയും നേരം ഈ ബേസിക് എന്ന് പറയുന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5. ആ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അത്ര തവണ എന്ത് ചെയ്യും, ഈ ബേസിക് വാല്യൂ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ ഫോർ വൈൽ ലൂപ്പ്. Next is do until loop. The do until loop is executed till the condition evaluates to false. The do until loop that will execute when the condition evaluates to false, and if it is true, the control comes out of the loop. When it is true, it comes out of the loop. Next is the syntax for do until loop. First do and then the list of instructions to be executed. Execute ചെയ്യേണ്ട ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ആൻഡ് ദെൻ until and the condition. നമ്മുടെ കണ്ടീഷൻ ലാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ do until loop. There is an example to print basic 7 times. ഫസ്റ്റ് ടി ഈസ് ഈക്വൽ ടു 1. ടി എന്ന് പറയുന്ന വേരിയബിൾ 1 ആണ്. ദെൻ ദ സിൻടാക്സ് ദാറ്റ് ഈസ് ഡു, ദെൻ പ്രിൻറ്റ് ബേസിക് ആൻഡ് ടി ഈസ് ഈക്വൽ ടു ടി പ്ലസ് 1. ടി എന്തായിരുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അണ്ടിൽ ദ ടി ഗ്രേറ്റർ ദാൻ 7 ആവുന്നതിന് വരെ എന്ത് ചെയ്യും, ഇത് പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇൻ ദിസ് ഗീവൺ പ്രോഗ്രാം, ഇൻ ദിസ് കറൻറ്റ് പ്രോഗ്രാം, ദ കണ്ടീഷൻ ടി ഗ്രേറ്റർ ദാൻ 7 that will evaluate to false till the variable t will not reach on the value 8. അതായത് that conditions that evaluates to false ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേരിയബിൾ ടി ദാറ്റ് വിൽ നോട്ട് റീച്ച് ഓൺ ദ വാല്യൂ 8. വൺസ് ദ ടി അല്ലെങ്കിൽ ടിയുടെ വാല്യൂ എന്താ 8 ആകുമ്പോൾ ദ കൺട്രോൾസ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. നെക്സ്റ്റ് ഈസ് ഫങ്ഷൻസ്. There are many tasks that are very long drawn out and would take many statements to execute. ചില ടാസ്ക് എന്ന് പറയുന്നത് ഒത്തിരി എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്താൽ മാത്രമായിരിക്കും എക്സിക്യൂട്ട് ആവുക. To ease the work of the programmer, there are ready-made code is written in the basics to do much of the basic work required to be done. ഒരു ഒത്തിരി റെഡിമെയ്ഡ് കോഡ്സ് ഉണ്ട്, അതിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പ്രോഗ്രാമറിന് കുറച്ചും കൂടി എളുപ്പത്തിലൊക്കെ പ്രോഗ്രാംസ് എഴുതാൻ പറ്റും. This makes
പ്രോഗ്രാമിംഗ് ഈസിയർ. ദാറ്റ് വിൽ ഈ ഫങ്ഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോഗ്രാമിംഗ് ഒക്കെ കുറച്ചും കൂടി എളുപ്പമാവും. ദർ ആർ മെനി ഫങ്ഷൻസ് അവൈലബിൾ ഇൻ ബേസിക് 256. മോസ്റ്റ് ഓഫ് ദം ആർ യൂസ്ഫുൾ ഇൻ ന്യൂമറസ് വേ. രണ്ട് ബേസിക് ഫങ്ഷൻസ് അല്ലെങ്കിൽ രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. ദീസ് ഫങ്ഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ദ ടു ടൈപ്പ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ന്യൂമറിക് ഫങ്ഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്ട്രിംഗ് ഫങ്ഷൻ. Numeric functions acts on numbers. Numbers can be integer or decimal fraction. Some numeric functions are as follows. Numeric functions എപ്പോഴും ഒരു നമ്പേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ ഫ്രാക്ഷൻസ് ഒക്കെ ആവാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് ആബ്സ് ഫംഗ്ഷൻ. Abs function return the absolute value of a number that is the input to the function. Absolute value is the number given as input without the sign. അതായത് ഒരു നെഗറ്റീവ് നമ്പേഴ്സിനൊക്കെ ഒരു സൈൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈൻ ഒന്നും യൂസ് ചെയ്യാതെ വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ അബ്സല്യൂട്ട് വാല്യൂ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ നമ്പേഴ്സിന് ഒന്നും ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു സൈൻ ആയിട്ടായിരിക്കില്ല വരുത്തുക. For a positive number or 0, the output of abs is the same as input. ഇപ്പോൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ സീറോനൊക്കെ എങ്ങനെയാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഔട്ട്പുട്ട് വരാം. ബട്ട് അതർവൈസ് ഇറ്റ് റിട്ടേൺ ദ ഇൻപുട്ട് വിത്തൗട്ട് ദ സൈൻ, ദാറ്റ് ഈസ് ദ നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻസിനൊക്കെ ആബ്സല്യൂട്ട് അല്ലെങ്കിൽ ആബ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, സൈൻ ഇല്ലാതെ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ വരാതെ ആയിരിക്കും വരാം. ദാറ്റ് ഈസ് ദ abs function. That is in the figure 4.7 working of abs function. Next is square function. The square function returns the square root of the number that is provided as input. നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്, ദാറ്റ് ഈസ് ദ സ്ക്വയർ ഫംഗ്ഷൻ. The square function returns the square root of the number that is produced or provided as the input. നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് സ്ക്വയർ ഫംഗ്ഷൻ. So if the input to the function, here is an example, that is if the input to the function is 25 ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 5 ആയിരിക്കും, കാരണം അതിൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. ഫോർ ഇൻപുട്ട് ആസ് 0, സീറോയുടെ ഇൻപുട്ട് അല്ലെങ്കിൽ സീറോയുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, 0 തന്നെയാണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് 0 ആണ്. സോ ദാറ്റ് ഈസ് ദ സ്ക്വയർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ 4.8 in working of square function. Next is int function. The int function extracts the integer part of a number. It simply removes the fractional part from the number. ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇൻറ്റിജർ പാർട്ട് മാത്രമായിട്ട് ഒരു നമ്പറിൻ്റെ ഇൻറ്റിജർ പാർട്ട് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടിനെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റിജർ അല്ലെങ്കിൽ ഇൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്താണ്, ഇൻറ്റിജർ ഒരു നമ്പറിൻ്റെ ഇൻറ്റിജർ പാർട്ട് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണ് ഇൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യണത്. ദാറ്റ് ഈസ് ഇൻ ദ ഫിഗർ 4.9 working of int function. Next function is exp function. That will returns the exponential power of any input value. നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂവിൻ്റെ എക്സ്പോണൻഷ്യൽ പവർ അല്ലെങ്കിൽ പവർ വാല്യൂ എക്സ്പോണൻഷ്യൽ പവർ വാല്യൂ കണ്ടുപിടിക്കാനാണ് exp ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വിൽ കാൽക്കുലേറ്റ് ദ raised to the input number. നമ്മൾ കൊടുക്കുന്ന നമ്പറിൻ്റെ എന്താണ് എക്സ്പോണൻഷ്യൽ വാല്യൂ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ പവർ കണ്ടുപിടിക്കാനാണ് ഈ exp ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ 4.10 വർക്കിംഗ് ഓഫ് exp ഫംഗ്ഷൻ. I hope you all understood the session. Have a nice day and thank you.